ഹലോ, എന്തൊക്കെയുണ്ട്? സുഖമാണല്ലോ എല്ലാവർക്കും. അപ്പോൾ നമ്മൾ ഇപ്പോൾ രാവിലെ തന്നെ റെഡി ആയിട്ട് എങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചാൽ നീലേശ്വരം ഹൗസ് ബോട്ടിൽ പോവുകയാണ്. അപ്പോൾ നമ്മളൊരു ഫാമിലി മീറ്റാണ് കേട്ടോ. ഹൗസ് ബോട്ടിലാണ് വേൾഡ് മലയാളീസ് ഫെഡറേഷൻ എന്ന ക്ലബിൻ്റെ ഭാഗമായിട്ട് നടത്താൻ പോകുന്ന ഒരു ഫാമിലി മീറ്റാണ്. അങ്ങനെ നമ്മളിവിടെ എത്തുമ്പോൾ തന്നെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ലയൺസ് ക്ലബ്ബുണ്ട്, അവിടെ നമ്മളെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അവരൊക്കെ ഈ ഒരു ക്ലബ്ബിലുണ്ട്. അങ്ങനെ നമ്മളിവിടെ എത്തി. ഈ ഒരു മീറ്റുള്ള കാര്യം എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ലായിരുന്നു കേട്ടോ. ഇതിൽ തന്നെ നമ്മുടെ സഫീദ, അതായത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, അവൾ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു മീറ്റുള്ള കാര്യം അറിഞ്ഞത്. ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഫോൺ വിളിച്ചിട്ട് പെട്ടെന്ന് ചോദിച്ചു, ഇങ്ങനെ ഒരു മീറ്റ് ഉണ്ടോ, നമുക്ക് പോകണ്ടെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ചത്. ഹസ്ബൻഡിനാണെങ്കിൽ കുറച്ച് ബിസിയാണ്. അപ്പോൾ പോകണോ വേണ്ടേ എന്നുള്ള ഒരു ഇതായിരുന്നു കേട്ടോ. ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ബുക്ക് തന്നിട്ടോ. ഇതിൽ നമ്മൾ ഏജും പേരും എഴുതണം. ഏജ് എഴുതുമ്പോഴാണ് സങ്കടം, കാരണം മറ്റുള്ളവർക്ക് നമ്മളെ ഏജ് അറിയില്ലോ എന്നുള്ളൊരിത്. അതിനുള്ളിൽ നമുക്ക് ബേക്കാച്ചി കൊണ്ടു തന്നു കേട്ടോ സമീർ. അങ്ങനെ നാളെ അടിപൊളിയായിട്ട് നമ്മളെ കായ്ക്കാച്ച്, ബേക്കാച്ചി എന്നൊക്കെ പറയും നമ്മൾ, അതായത് പഴം പൊരിച്ചത്. പിന്നെ ഇവിടെ കുറേ ഇത്താമാരൊക്കെ ഉണ്ട് കേട്ടോ. പുതിയതായിട്ട് കുറച്ച് ആൾക്കാരൊക്കെ പരിചയപ്പെട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇത്തയാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ പിള്ളേർ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിട്ട് നല്ല കുട്ടികളൊക്കെ നല്ല പോലെ പാടുന്നുണ്ട്. ആദ്യം എല്ലാവർക്കും പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ ഒരു മടിയുണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തരായിട്ട് പാടി തുടങ്ങിയപ്പോൾ നല്ല രസമായിരുന്നു. അതിനിടെ സാപ്പി എന്തൊക്കെയോ കൊണ്ടുവരുന്നുണ്ട്. നാരങ്ങ മിഠായി, പിന്നെ കോഴിച്ചങ്ക എന്നൊക്കെ പറയും. ഓട്ട, കോഴിച്ചങ്ക, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുക. ഓരോന്നിട്ട് ഓരോ പേരാണ് കേട്ടോ ഇതിന്. അങ്ങനെ ഈ നാരങ്ങ മിഠായി കാണുമ്പോൾ എന്താണെന്നറിയില്ല, എന്തോ ഒരു ഫീൽ. പിന്നെ നമ്മുടെ തിരിങ്ങണി മിഠായി പണ്ട് സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു അത്ഭുത മിഠായി ആയിരുന്നു ഇത്. ഇങ്ങനെ തിരിക്കുന്ന സംഭവം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പഴയ കാലത്ത് നമ്മൾ ഇങ്ങനെ വിരലിട്ടിട്ട് ഈ ഒരു സംഭവത്തിൽ നിന്നറിയില്ല, അതൊക്കെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഇട്ടിട്ട് 5 വിരലിലൊക്കെ ഇട്ടിട്ടാണ് കാണിക്കുന്നത്. പിന്നെ ഈ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ കളിക്കുകയാണ് ചോക്ലേറ്റ് പിടിച്ചിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തണ്ണിമത്തൻ വന്ന്, നമ്മളിവിടെ ബത്തക്കെന്ന് പറയും, അതൊക്കെ കഴിച്ച്. പിന്നെ എല്ലാവരുടെ കയ്യിൽ ഇവിടെ നോക്കിയാൽ എന്തുണ്ടെന്ന്. അവർ സ്കൂളിൽ പോകുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അടിച്ച് പൊളിക്കുകയാണ് നമ്മൾ. ഇവിടെ എത്തിയാൽ നമ്മളെ പ്രായമോ ഒന്നും നമ്മുടെ മനസ്സിലുണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ എല്ലാവരും നല്ല പോലെ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഓരോ ഇതും കളിയും ചിരിയൊക്കെ ആയിട്ട് നല്ല രസമാണ് കേട്ടോ. അടുത്തത് പാട്ട് പാടിയവർക്കുള്ള സമ്മാനമാണ് തണ്ണിമത്താൻ കേട്ടോ. അപ്പോൾ ഒരു രസത്തിന് വെറുതെ എടുത്താണ്. പിന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് പാട്ടൊക്കെ പാടാണ്. കുറേ സമയം അങ്ങനെ പോയി കേട്ടോ. പിന്നെ ഗെയിംസും കാര്യങ്ങളൊക്കെയാണ് പിള്ളേർക്കുള്ള കസാരക്കളി. അപ്പോൾ ആദ്യം മിക്കുണ്ട്, എന്തെങ്കിലും ഒരാളെങ്കിലും ജയിച്ചാൽ മതി എന്നായിരുന്നു എനിക്ക്. അങ്ങനെ അവസാനം ആദ്യം ജയിച്ചു. പിന്നെ സെക്കൻഡ്, അങ്ങനെ ഫസ്റ്റും സെക്കൻഡ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ കസാരക്കളി എന്തായാലും ഞാൻ തോക്കുന്ന ഉറപ്പുള്ള ഒരു കളിയാണ് ഈ കസാരക്കളി. ഫസ്റ്റ് തന്നെ ഞാൻ പോയി. അപ്പോൾ ഈ ഒരു കളിയിൽ നമ്മൾക്ക് ക്യാഷ് പ്രൈസാണ് കേട്ടോ കിട്ടുന്നത്. എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു കസാരക്കളി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടുത്തെ കിച്ചണിലൊന്ന് വെറുതെ കയറിയതാണ്. അപ്പോൾ ഇവിടെ അച്ചാറും പിന്നെന്താ പപ്പടം, പുളിശ്ശേരി, അങ്ങനെയുള്ള ഐറ്റമൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ പപ്പടം, എനിക്ക് പപ്പടം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഫ്രൈ, നമ്മളെ ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടനെല്ലാം ഇങ്ങനെ കാണിക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ കസാരക്കളിയിൽ ജയിച്ചവർക്കുള്ള ക്യാഷ് പ്രൈസൊക്കെയാണ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത്. അങ്ങനെ നമ്മളടുത്തത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അച്ചാർ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. നല്ല അച്ചാർ, മിക്സ് അച്ചാർ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഇനി നമ്മൾ അടുത്തത് ഒരു സമയം ഞാൻ കാണിച്ചു തരാം. മിക്കുവാണെങ്കിൽ നാരങ്ങ മിഠായി കെട്ടി തൂക്കിയിട്ട് മീൻ പിടിക്കാൻ പോവുകയാണ്. ഇതുപോലൊരു മീൻ പിടുത്താൻ നിങ്ങൾ ആരെങ്കിലും മുമ്പ് കണ്ടിട്ടുണ്ടോ? മീൻ കിട്ടിയില്ലെങ്കിലും നാരങ്ങ മിഠായി കൊണ്ട് മീൻ പോകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായി. അടുത്ത ഗെയിംസ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. ബലൂൺ വീർപ്പിച്ച് പൊട്ടിക്കുക. അപ്പോൾ ആദ്യം മിക്കൊക്കെ ബലൂൺ ഊതി വീർത്ത് വന്നതല്ലാതെ അതൊന്നും പോലും പൊട്ടിയില്ല. അപ്പോൾ ആദ്യം എന്നോട് പിന്നെ പറയുന്നുണ്ട്, ഉമ്മ നിന്നെ ബലൂൺ വലുതായി പക്ഷേ പൊട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. അതിനിടയിൽ ഈ ഒരു ചക്കിളി, നമ്മൾ മുറുക്കില്ലേ, ആ സംഭവം അതിൻ്റെ വേറൊരു രൂപത്തിൽ ഇതും വന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ നമ്മൾ കഴിച്ചു. അടുത്തത് ബലൂൺ വെച്ചിട്ടുള്ള ഗെയിമായിരുന്നു. ഇത് കുട്ടികൾക്ക് മാത്രമേ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. അവസാനം നമ്മളെ പിള്ളേർക്കുള്ള ഡാൻസ് ആയിരുന്നു കേട്ടോ. എല്ലാവരും നല്ല പോലെ അടിപൊളിയായിട്ട് കളിച്ചു.
പിന്നെ ഹാദിൻ്റെ മിക്കുൻ്റെയൊക്കെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ. മിക്കു മുമ്പൊക്കെ നല്ല ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണെന്നറിയില്ല, അവനൊരു മടി ഡാൻസ് കളിക്കാൻ പറയുമ്പോൾ. അങ്ങനെ അവസാനം അവനെ പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ ഒരു ഡാൻസ് കളിപ്പിച്ച് വിട്ട്. പിന്നെ ഉണ്ണിയപ്പം ഇടയ്ക്ക് ചായയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഉണ്ണിയപ്പവും ബിസ്ക്കറ്റൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ച് പിന്നെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളെല്ലാവരും ബൈ ബൈ പറയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ സമയമായി. ഇപ്പോൾ ഒരു 5 മണിയോടെ ബോട്ട് നമ്മൾ കരയിലേക്ക് എത്തി. അങ്ങനെ നമ്മളെല്ലാം ഇറങ്ങുകയാണ്. പിന്നെ ഇനി നമ്മൾ എന്ന് കാണും എന്നുള്ള ഒരു വിഷമം മാത്രമാണ് ഉള്ളിൽ. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് വിടാണ്. പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ ടെൻഡർ കോക്കോയിലൊന്ന് കയറി അവിടുത്തെ ജാക്ക് ഫ്രൂട്ട് സ്പെഷ്യൽ ഐസ്ക്രീം കഴിച്ചു. അങ്ങനെ നമ്മളിതാ വീട്ടിലേക്ക് വിടുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ.